സാർ ഈ കപ്പൽ മുങ്ങുകയില്ല സാർ എന്ന് പറഞ്ഞ പോലെ ഈ കെട്ടിടം പൊളിയയില്ല സാർ, പൊളിഞ്ഞാലും അതിന്റെ ഉള്ളിൽ ആരും കുടുങ്ങയില്ല സാർ, കുടുങ്ങിയാലും ആരും മരിക്കുകയില്ല സാർ, ആർക്കൊന്നും പറ്റുകയില്ല സാർ, ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി സാർ, ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ. മാധ്യമങ്ങളായിട്ട് പ്രതിപക്ഷ പാർട്ടികളായിട്ട് ആവശ്യപ്പെടുന്ന വീണ ജോർജ് ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോകണം. വേണമെങ്കിൽ ദൂരദർശനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്ത വായിക്കുന്ന ജോലി, അവർക്ക് അറിയാവുന്ന ജോലി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. മനോരമയിലോ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ മരമുറി ചാനലിലോ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ 24 ചാനലിലോ ഏത് പണ്ടാരത്തിലെങ്കിലും ഇവർക്കൊരു ജോലി കൊടുത്ത് അവരെ അവിടെ എങ്ങാനും ഇരുത്തി കഴിഞ്ഞാൽ ആളുകൾ സഹിക്കണല്ലോ. ഇത് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ നമ്മുടെ ഷൈലജ ടീച്ചറുടെ പ്രാക്കരിക്കും, അവരെ ആറ്റുനോറ്റ് ഓമനിച്ചു കൊണ്ടുനടന്ന ആരോഗ്യവകുപ്പ് ഈ സ്ത്രീ വന്ന് തട്ടിപ്പറിച്ചും മേടിച്ചു. എന്നിട്ട് അന്ന് മുതൽക്ക് ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി, ഈ രാജ്യത്തിന്റെ ആരോഗ്യം എന്റെ കൈവശത്തിലാണ്, എന്റെ സുദൃഢ ഹസ്തങ്ങളിലാണ് എന്ന് മേനി നടിച്ച് നടക്കരുത്. ഇവരെ പോലെ അട്ടർ ഫെയിലിയർ ആയിട്ടൊരു മന്ത്രി സമീപകാലത്ത് പോലും ഉണ്ടായിട്ടില്ല. വീണ ജോർജ് മന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ VS ശിവകുമാർ എത്ര മിടുക്കനായിരുന്ന ആൾക്കാർക്ക് മനസ്സിലായി. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന മൂപ്പരാനാണ് കേരളം കണ്ട ഏറ്റവും മണ്ണുണ്ടാനായ ആരോഗ്യമന്ത്രി എന്നാണ്. ഇപ്പൊ പുള്ളി രക്ഷപ്പെട്ടു. AR മേനോൻ മുതൽക്ക് പല പ്രഗത്ഭന്മാരും ഇരുന്ന കസേരയാണ് ആരോഗ്യമന്ത്രി. പക്ഷെ ഇത്ര മോശപ്പെട്ട രീതിയിൽ ഇവിടെ നിപ്പ വന്നപ്പോഴോ കൊറോണ വന്നപ്പോഴോ അതല്ല പണ്ട് ചിക്കൻ കുനിയ വന്നപ്പോഴോ ഒന്നും ഈ നാട് പോയിട്ടില്ല. അത്ര ദയനീയമായ അവസ്ഥയിലേക്ക് ഈ വീണ ജോർജ് നമ്മുടെ സംസ്ഥാനത്തെയും ആരോഗ്യവകുപ്പിനെ കൊണ്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചപ്പടാച്ചിക്ക് വല്ല കുറവുണ്ടോ? അതൊട്ടില്ല. എന്നാൽ അബദ്ധം പറ്റി, വീഴ്ച പറ്റി, മേലിങ്ങനെ ആവർത്തിക്കാതെ നോക്കാം എന്ന് പറയുന്നതിന് പകരം ഓരോ തവണയും നെഞ്ചു പിടിച്ച് എനിക്കെതിരെ മാധ്യമം കൂടാലോ പ്രതിപക്ഷ നേതാവും BJP സംസ്ഥാന പ്രസിഡന്റും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. രണ്ടുപേരും എന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. ഇവരെന്തെങ്കിലും ആവശ്യത്തിന് കൊള്ളാം. ഇതാണ് ഇന്നത്തെ ഒരു നമ്മുടെ നാടിന്റെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നതാണ്. ഈ വീണ ജോർജിനെ പോലെ, ബിന്ദുവിനെ പോലെ, ശിവൻകുട്ടിയെ പോലെ, സജി ചെറിയാനെ പോലെ, ഗുരുവായൂരിപ്പോ പറയാനാണെങ്കിൽ 20 മന്ത്രിമാരുടെ പേര് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രഗത്ഭന്മാരായ മന്ത്രിമാർ, മരുമോനെ ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ നിസ്തുലമായ സംഭാവനകൾ നമ്മൾ പല പ്രാവശ്യം എണ്ണി പറഞ്ഞു. ഇതുപോലെയുള്ള മന്ത്രിമാരാണ് ഈ കേരള സംസ്ഥാനത്തിന്റെ ഒരു വലിയ സൗഭാഗ്യം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണഭൂതന് പ്രായമായി, അനാരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മക്കുറവ് കുറേശ്ശെ ബാധിക്കാൻ തുടങ്ങിയ സംശയം. പക്ഷെ അദ്ദേഹം ഇല്ലെങ്കിൽ എന്താ ഇതുപോലുള്ള മിടുക്കന്മാരായിട്ട് മന്ത്രിമാരുണ്ട്. മിടുക്കന്മാരും മിടുക്കികളുമായ ഒരുപാട് മന്ത്രിമാർ ഇങ്ങനെ 20 പേര് തെക്ക് വടക്ക് ചീറിപ്പാഞ്ഞ് നടക്കും. ഇവരെ കൊണ്ട് നാട്ടുകാർക്കും ഒരു ഗുണമില്ല, നാടിനും ഗുണമില്ല, പാർട്ടിക്കാർക്കും പാർട്ടി സഖാക്കൾക്കും പിന്നെ ഇവരുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അല്ലാണ്ട് ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? യാതൊരു പ്രയോജനമില്ല. അല്ല പക്കേമേസ് തിരുമേനിയോ അല്ലെങ്കിൽ ദിവന്നാസ്യോസ് തിരുമേനിയോ പരിശുദ്ധ കാതോലിക്ക ബാവയോ പറഞ്ഞാൽ വീണ ജോർജ് രാജിവെക്കുന്നവരെ ആലോചിക്കും. കാരണം അവരെ നിയമിച്ചത് കോട്ടയം ദേവലോകത്തുള്ള സഭാ ആസ്ഥാനത്ത് നിന്നാണ്, അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് ഓഫീസായ AKG സെന്ററിൽ നിന്നല്ല. രൂപയ്ക്കാണ് ഈ വന്ന് കിടക്കുന്നത്. ഈ മഴയത്തും വെയിലത്തും ഭഗവാനെ ഇതിനുള്ള കൂലി നീ കൊടുക്കണേ ദൈവമേ. ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ.